ഞാൻ നിങ്ങളോട് പറയട്ടെ, അതുകൊണ്ട് നോഹ ഭക്ഷണം കഴിച്ചില്ലേ? അവൻ തിന്നു, കുടിച്ചു, ഉറങ്ങി. അവൻ ഈ 120 കൊല്ലം പല പ്രാവശ്യം പുതിയ വസ്ത്രങ്ങൾ മേടിച്ചു കാണും. എങ്ങനെ 120 കൊല്ലം ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, കയറി താമസിക്കാൻ വീട് വേണം, അതിലെ പണികൾ ചെയ്യണം. ഇതെല്ലാം അവൻ ചെയ്തു. അവൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും. അവൻ്റെ കുടുംബത്തെ അവൻ പരിപാലിച്ചു, പണം സമ്പാദിച്ചു, തൻ്റെ മുന്തിരിത്തോപ്പും തൻ്റെ കൃഷിസ്ഥലവും ഒക്കെ അവൻ നോക്കി, അതിലൂടെയൊക്കെ പണം ഉണ്ടാക്കി. അവനൊരു നല്ല പിതാവായിരുന്നു, അവൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നവൻ. ഇതെല്ലാം അവൻ ഉണ്ടായിരിക്കുമ്പോഴും അതിൻ്റെ എല്ലാം മുകളിൽ അവർ കണ്ടു, അവൻ ജീവിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയല്ല. ഇതെല്ലാം ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. ഈ മനുഷ്യനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ കാണുന്നു, അവൻ പുറത്തു പോകുന്നു, പെട്ടകം പണിയുന്നു, ആളുകളെ കൂലിക്കെടുക്കുന്നു, പെട്ടകം പണിയുന്നു. നീ പറയുന്നത് വിശ്വസിക്കുന്നുവെന്ന് ആളുകൾ കാണുമ്പോഴേ നിങ്ങൾ പറയുന്നവർ വിശ്വസിക്കും. അങ്ങനെയല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം മറ്റു മതങ്ങളെ പോലെയാണ്. മറ്റൊരു ഉപദേശം, ഓ നീ ഇത് വിശ്വസിക്കുന്നു, ഓ നീ ഇങ്ങനെയാണോ വിശ്വസിക്കുന്നത്, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. നമുക്ക് വേണേൽ അതേക്കുറിച്ച് സംസാരിക്കാം, അതേപ്പറ്റിയുള്ള വാദപ്രതിവാദം. എന്നാൽ ഇത് രണ്ടുപേരുടെയും ജീവിതത്തെ മാറ്റുന്നില്ല. ആൾ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നു, ഇയാൾ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുന്നു, വേറൊരാൾ വേറൊരു ദൈവത്തെ. എന്നാൽ എല്ലാവരും ജീവിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടി, ലോകത്തിൻ്റെയും ആളുകളുടെയും ബഹുമാനത്തിന് വേണ്ടി. എന്ന പല മതങ്ങളാണ്. ഈ മതങ്ങളുടെ എല്ലാം നടുവിൽ നോഹ വ്യത്യസ്തനായ ഒരാളായിരുന്നു. മറ്റൊരു മനുഷ്യനായിരുന്നു അവൻ. അവൻ പറഞ്ഞത്, ഞാൻ ഈ ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ തെളിവിതാണ്. എന്തിനാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത്? ഈ പെട്ടകം പണിയാൻ. എൻ്റെ പണമൊക്കെ ഞാൻ ചെലവഴിക്കുന്നതോ ഈ പെട്ടകം പണിയാൻ. ആളുകൾ അത് കാണുമ്പം അവർക്ക് മനസ്സിലാകും, ലോകത്തിനും ഇവനും ഇടയിൽ ഒരു വരയുണ്ട്, നിനക്കും ലോകത്തിനും മധ്യേ. അല്ലെങ്കിൽ നിങ്ങൾ പറയും, ഞായറാഴ്ച രാവിലെ ഞാൻ ഈ വര വരയ്ക്കുന്നുണ്ട്, അവിടെ പോയി ഞാൻ കുറച്ച് സമയം ദൈവത്തെ സ്തുതിക്കാറുണ്ട്, നന്ദി പറയാറുണ്ട്, പാട്ട് പാടാറുണ്ട്. എന്നാൽ മറ്റു സമയങ്ങളിൽ ഈ ലോകത്തിലുള്ള ആളുകൾ എന്തിനു വേണ്ടിയാണോ ചിന്തിക്കുന്നത്, അതുതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ലോകത്തെ അല്ല വിധിക്കുന്നതല്ല. ഞാനും അവരെ പോലെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ജീവിക്കുന്നു. ഞായറാഴ്ച ചിലർ ക്ഷേത്രത്തിൽ പോകുന്നു, മറ്റു ചിലർ അവരുടെ ആരാധനാലയത്തിൽ, ചിലർ രാവിലെ TV കാണുന്നു, ഞാൻ സഭയിലേക്ക് പോകുന്നു. ഓരോരുത്തരും അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ അത് ഞായറാഴ്ച കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. മറ്റ്6 ദിവസവും എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നു. നമുക്ക് ലോകത്തിനുമിടയിൽ നമ്മൾ ഒരു രേഖയും വരച്ചിട്ടില്ല. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. ഗലാത്യർ 1 ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാമത്തെ വാക്യം, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. നമ്മുടെ പാപത്തിൽ നിന്ന് മാത്രം നമ്മെ വിടുവിക്കല്ല, അത് നിശ്ചയമായ ഒരു കാര്യമാണ്. നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു. അതാണ് 1-ാമത്തെ കാര്യം. എന്നാൽ അത് മാത്രമല്ല, ഈ ദുഷ്ടലോകത്തു നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് കൂടിയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശമാണത്. എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്? നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ശാരീരികമായി നാം ഭൂമിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവിൽ നിന്നാണ്. അത് പൂർണ്ണമായും ദൈവത്തിനെതിരായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവൻ നമ്മുടെ പാപത്തിൽ നമ്മളെ രക്ഷിക്കാൻ മാത്രമല്ല മരിച്ചത്. എന്നാൽ അവൻ നമ്മെ രക്ഷിക്കുന്നത് നമ്മൾ അകപ്പെട്ടു പോയ ഈ ലോകത്തിൻ്റെ ആത്മാവിൽ നിന്ന് കൂടിയാണ്. അതിൻ്റെ അർത്ഥം, എൻ്റെ മനസ്സ് അതെപ്പോഴും വിലമതിക്കുന്നത് ഈ ലോകം വിലമതിക്കുന്ന കാര്യത്തെ തന്നെയാണ്. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണ് അവൻ വന്നത്. ഒന്നാമത് എൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ചു. അത് ശരിയാണ്, അതിനുവേണ്ടിയാണ് അവൻ മരിച്ചത്. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാൽ പോലും അവൻ്റെ മനസ്സ് വിലമതിക്കുന്നത് ലോകം വിലമതിക്കുന്നത് തന്നെയാണ്. കാരണം അങ്ങനെയാണ് നാം ചെറുപ്പം മുതൽ വളർന്നു വന്നത്. അതാണ് നാം വിശ്വസം ചെയ്തതുമല്ല. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണ് യേശു വന്നത്. അങ്ങനെ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു മനോഭാവമുള്ളവനായിരിക്കും. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, അതെനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ ആ ചിന്താരീതിയിൽ നിന്ന് യേശു നിങ്ങളെ സ്വതന്ത്രമാക്കിയിട്ടുണ്ടോ? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദയവായിട്ട് ഈ വാക്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ലോകത്തിൻ്റെ ആത്മാവിനെ പറ്റി ദൈവവചനം പറയുന്നത് ഇപ്രകാരമാണ്. ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. യേശു പറഞ്ഞു, ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു. ഇത് യേശുവിൻ്റെ ആത്മാവാണ് പറയുന്നത്. 1 യോഹന്നാൻ 2:15, ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. മറ്റൊരു പരിഭാഷയെ പറയുന്നത് ഇങ്ങനെയാണ്, പിതാവിൻ്റെ സ്നേഹത്തെ ലോകസ്നേഹം പിഴിഞ്ഞെടുത്ത് കളയുന്നു.
നാം എത്ര കൂടുതൽ ലോകത്തെ സ്നേഹിക്കുമോ അത്ര കൂടുതൽ ദൈവസ്നേഹത്തെ അത് പിഴിഞ്ഞെടുത്ത് കളയും. നിങ്ങളത് കണ്ടിട്ടില്ലേ? നിന്റെ ജീവിതത്തിൽ എത്രമാത്രം ദൈവസ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നെന്ന്. ദൈവവചനം വായിക്കാനായിട്ട് നിനക്കിപ്പോൾ സമയമില്ല. നിങ്ങൾക്കറിയാമോ, ടെലിവിഷൻ ചെയ്യുന്ന ഇതാണ്. ദൈവത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയം അത് കവർന്നു കളയും. ധാരാളം ടെലിവിഷൻ കാണുന്ന നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുക. അത് ദൈവത്തോടൊപ്പം നിങ്ങൾ ചെലവഴിക്കേണ്ട സമയം പിഴിഞ്ഞു കളയുകയല്ലേ? നിങ്ങൾ പറയും, ഞാൻ നല്ല പ്രോഗ്രാമാണ് കാണുന്നത്. ഞാൻ ഓർക്കുന്നു, മറ്റൊരു രാജ്യത്തുള്ള ഒരു സഹോദരൻ ഒരു ടെലിവിഷൻ വാങ്ങാനായിട്ട് അവൻ തീരുമാനിച്ചു. അവൻ്റെ ഹൃദയത്തിൽ സംശയമുണ്ടായി, ഞാനിത് വാങ്ങണോ വാങ്ങണ്ടയോ. എന്തായാലും അവനത് അവസാനം വാങ്ങി. സോണി കമ്പനിയുടെ ആ ടെലിവിഷൻ അവരുടെ വാഹനത്തിൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വലിയൊരു അഡ്വർടൈസ്മെൻ്റ് അതിലുണ്ടായിരുന്നു. സോണി നിന്റെ വീട്ടിലേക്ക് ലോകത്തെ കൊണ്ടുവരുന്നു. ഓ, അവനത് കണ്ടതോടെ മതിയായി. അവൻ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചു. അവൻ അവരോടൊപ്പം തന്നെ അത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അതങ്ങനെ തന്നെയാണ്. നിന്റെ സ്വീകരണ മുറിയിലേക്ക് അത് ലോകവുമായിട്ട് കടന്നു വരും. നിന്റെ അത്രയും തിരിച്ചറിവ് ഒരുപക്ഷെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കാണുകയില്ല. നമ്മളിൽ പലരും നമ്മുടെ ചെറുപ്പത്തിൽ ടെലിവിഷൻ ഇല്ലാതെ വളർന്നു വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഒത്തിരി സമയം ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ ചെലവഴിച്ചു. അങ്ങനെ നമുക്ക് ദൈവവചനത്തിൽ ഒരു അടിസ്ഥാനമുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയും. ഈ അടിസ്ഥാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലെന്ന് ഓർക്കണം. ദൈവവചനം പഠിക്കാനായിട്ട് നമുക്കുള്ളതുപോലെ സമയം അവർക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അവർ വളർന്നു വരുന്ന ലോകത്തിൻ്റെ മൂല്യത്തിൻ്റെ പ്രളയത്തിലാണ്. നമ്മളെപ്പോലെ അവർക്കിതിനെ എതിർത്ത് നിൽക്കാനായിട്ട് ഉള്ള ത്രാണിയില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മധ്യേ ദൈവത്തെക്കാൾ അധികം മറ്റൊന്നിനെയും വിലമതിക്കാത്ത ഒരു തലമുറ വളർന്നു വരാത്തതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ TV മേടിക്കാത്തതുകൊണ്ട് മാത്രം ലോകത്തെ പുറത്താക്കാൻ കഴിയുമെന്ന്. ടെലിവിഷൻ കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പ് ലൗകികരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, പൂർണ്ണമായിട്ടും ലൗകികരായ. അതുകൊണ്ട് ടെലിവിഷൻ വിട്ട് കളയുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൽ നിന്നും ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളെ അപകടത്തിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. അത് TV മാത്രമല്ല, ഇൻ്റർനെറ്റ് കണക്ഷനുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടറും. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെന്നല്ല ഞാൻ പറയുന്നു. അതുകൊണ്ട് ചില പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. എന്നാൽ ഇതിൽ കൂടെ നിങ്ങൾക്ക് അപകടം വരാനുള്ള സാധ്യതയുണ്ട്. അതിനോട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കരുത്. അതൊരു പ്ലഗ് പോയിന്റ് പോലാണ്. വൈദ്യുതി വളരെ പ്രയോജനമുള്ളതാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇരുമ്പിൻ്റെ സാധനം കുത്തിക്കയറ്റിയാൽ അത് അപകടകരമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ അതേപ്പറ്റി അറിയില്ലായിരിക്കും. അവരതിനകത്ത് ഇരുമ്പിൻ്റെ സാധനം കയറ്റിയാൽ അവർക്ക് ഷോക്കടിക്കും. അപകടം ഈ TVക്കകത്തും ഇൻ്റർനെറ്റിനകത്തും അല്ല, ഈ പ്ലഗ് പോയിന്റും നമുക്ക് അപകടം ഉണ്ടാക്കാം. ഞാൻ പറയുന്ന ഇതെല്ലാം നമ്മൾ വേണ്ടാന്ന് നോക്കണമെന്നല്ല. ഈ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുക, സൂക്ഷ്മതയുള്ളവരായിരിക്കും. ഈ പ്ലഗ് അപകടം ഉണ്ടാക്കും. അപകടം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വൈദ്യുതി കടന്നു പോകുന്ന ട്രാൻസ്ഫോമറിലും മറ്റും അവർ രേഖപ്പെടുത്തും, ഇത് അപകടമാണ്. 240 വോൾട്ട്, തലയോട്ടിയും എല്ലുകളും. ഇതുപോലൊരു അടയാളം ടെലിവിഷൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും. അത് ഉപയോഗിക്കുക. ഈ ട്രാൻസ്ഫോമർ കേടാകുമ്പം ആളുകൾ വന്ന് അത് തുറന്ന് അതവർ നന്നാക്കും. ഞാൻ പറയുന്നതൊന്നും ഉപയോഗിക്കരുതെന്നല്ല. അത് നാം വേണ്ടാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള പ്രയോജനമൊന്നും നമുക്ക് ലഭിക്കില്ല. എന്നാൽ അപകടമെന്ന് എഴുതിയ തലയോട്ടി എല്ലുകളോട് ഉണ്ടായിരിക്കട്ടെ. എന്നിട്ടത് ഉപയോഗിക്കുക. വൈദ്യുതിയോട് കളിക്കുന്ന ആളുകളുണ്ട്, അവർ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവസാനം അവർ മരിക്കും. ഇതുപോലെ തന്നെയാണ് വിവേകമില്ലാതെ ടെലിവിഷനിൽ വരുന്ന പ്രോഗ്രാമൊക്കെ കാണുന്നവർ. അതുപോലെ ഇൻ്റർനെറ്റിലും അവർ മരിക്കും. കറണ്ട് കൊണ്ട് ഷോക്ക് അടിക്കുന്ന ആളുകൾ, അവരുടെ മരണം നമുക്ക് കാണാൻ കഴിയും. കാരണം അത് നമുക്ക് കാണാൻ കഴിയുന്ന പോലാണ്. എന്നാൽ TV കൊണ്ടും ഇൻ്റർനെറ്റ് കൊണ്ടും മരിക്കുന്നവർ, അവർ മരിച്ചെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അപകടമാണ്.